ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടി വെച്ച് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പാകത്തിനുള്ള മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 2 പിടി തേങ്ങ കേട്ടോ, 2 പിടി തേങ്ങയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1/4 കപ്പ് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ അരിപ്പൊടി ചില അരിപ്പൊടിക്ക് കുറച്ചധികം വെള്ളം വേണ്ടി വരും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ അതേ രീതിയിൽ തന്നെ കേട്ടോ. പത്തിരിക്ക് നമ്മൾ കുറച്ച് അയവോടെയാണ് വാട്ടിയെടുക്കുക. അത് കുറച്ചൊന്ന് ടൈറ്റിലാവണം കേട്ടോ നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 സ്പൂൺ ഏലക്ക പൊടിച്ചത് അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഒന്ന് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യട്ടോ. അപ്പോൾ അതവിടെ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ഇത് റെഡി ആയി കിട്ടും. അപ്പോൾ അതങ്ങനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചൂടോടെ ഒന്ന് കുഴച്ചെടുക്കാനുള്ളതാട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് കുറച്ച് എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ എള്ളിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേപോലെ തന്നെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ അധികം ആവണ്ട കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നത് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമ്മളിതൊന്ന് പലകമ വെച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ പരത്തിയെടുക്കുന്നതിന് മുമ്പ് പലകയിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കുക. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുമ്പം ഒട്ടി പിടിക്കും കേട്ടോ. അതിനാണ് നമ്മൾ ഓയിലാക്കി കൊടുക്കുന്നത്. കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്നിങ്ങനെ അമർത്തി കൊടുക്കാം. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതേപോലെ ഒരു നോസിലെടുത്തിട്ട് ഈ റൗണ്ട് ഷേപ്പിലാണ് ഞാൻ ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. നോസിൽ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഞാനിത് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഞാൻ കുഴച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ല, മുഴുവനായിട്ട് ഞാൻ അതേപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. പൊരിച്ചെടുക്കുന്ന സമയത്ത് അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും. കാരണം നമ്മൾ അധികം കട്ടിയിലൊന്നുമല്ല ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതങ്ങനെ ആദ്യത്തെ ട്രിപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോഴും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിപ്പോൾ ഇത് അരിപ്പൊടിയിൽ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. അപ്പോൾ ഇതങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇട്ടത് ഇവിടെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മളെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ഇട്ടത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഉണ്ടാക്കിയെടുക്കാനും എളുപ്പം തന്നെയാണ്, കഴിക്കാനും അതിലേറെ രുചിയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അതാ കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.